നോർമലായി കണക്കാക്കപ്പെടുന്ന ബ്ലഡ് പ്രഷറാണ് 120/80 താഴെ. അതിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? അതൊരു ആവറേജ് കണക്ക് മാത്രമാണ്. ആവറേജ് കണക്കാണ്. അതായത് 1000 പേരുടെ BP എടുത്തിട്ട് ഒരു ആവറേജ് കണക്ക് കൂട്ടിയിരിക്കുന്നതാണ് 120/80. അല്ലാതെ കണ്ട് പിന്നെ അതിൽ 150-കാരനുണ്ടാകും, 160-കാരനുണ്ടാകും, 170-കാരനുണ്ടാകും, 180-കാരനുണ്ടാകും, 90-കാരനും 80-കാരനുണ്ടാകും. അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ആവറേജാണ് 120/80. അല്ലാതെ കണ്ട് ഇത്രയായിരിക്കണം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരാളുടെ വണ്ണം ഇത്രയായിരിക്കണം, ഒരാളുടെ ഹൈറ്റ് ഇത്രയായിരിക്കണം നമുക്ക് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ BP ഇത്രയായിരിക്കണം എന്ന് പറയാൻ കഴിയില്ല. BPയിലൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ എന്നോട് ഒരാൾ സംസാരിച്ചാണ്, എൻ്റെ BP 110-70 ആയിരുന്നു, പക്ഷേ ഒരു ഫോൺ കോൾ വന്നപ്പോൾ എൻ്റെ 140 ആയിരുന്നു. കാരണം മാനസികാവസ്ഥയിലുണ്ടായിട്ടുള്ള ഒരൊറ്റ ടെൻഷൻ അയാൾക്ക് കൂടും. അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, നമ്മൾ മനസ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്നതാണ് BP. അപ്പോൾ എല്ലാവർക്കും ഇത്ര ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിച്ച് നിയന്ത്രിക്കുന്നൊന്നും കാര്യമില്ല. ആ തൊഴിലിലെ പിന്നെ ടെൻഷനൊക്കെ കുറേ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിലുകളൊക്കെ കണ്ടെത്തുക ചെയ്യുക. അത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഒരു 140-100 ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ പറയുന്നത് പൊതുവേ പിന്നെ ഈ BP എന്ന് പറഞ്ഞാൽ ഏജ് ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. 25 വയസ്സുകാരനും 50 വയസ്സുകാരനും 100 വയസ്സുകാരനും 120/80 ആയിരിക്കണം എന്ന് പറയുന്നതിൽ സാമാന്യ യുക്തി എന്താണ്? എല്ലാവർക്കും 120/80 ആയിരിക്കും. കാരണം ഈ 20-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഓടുമായിരുന്നു, 50-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഓടാനാവില്ല, 100-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലും ഒരേപോലെ BP പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പം ഹാർട്ടിനും അതിൻ്റെതായ ഏജും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നത് പൊതുവേ പറയാറ്, BP എന്ന് പറഞ്ഞാൽ ഏജ് പ്ലസ് 100ആണ്. ഏജ് പ്ലസ് 100. 40 വയസ്സുള്ള 140 നോർമലാണ്, 50 വയസ്സുള്ളവർക്ക് 150 നോർമലാണ്, 60 വയസ്സുള്ളവർക്ക് 160 നോർമലാണ്. അപ്പോൾ അത് എല്ലാവരും 120 ആക്കണം എന്ന് പറയുന്നത് എന്താ കാര്യം ഇരിക്കുന്നത്? അത് ആ കാര്യത്തിൽ മാത്രമേ സോഷ്യലിസം നടപ്പാക്കാൻ പറ്റുമോ?